പത്തനംതിട്ട ജില്ലയിലെ വെള്ളപ്പൊക്ക ഭീതി ഇപ്പോഴും മാറിയിട്ടില്ല. ആറന്മുളയുടെയും തിരുവല്ലയുടെയും വിവിധ ഭാഗങ്ങൾ വെള്ളത്തിനടിയിലാണ്. എന്നാൽ വലിയ ഉരുൾപൊട്ടലുണ്ടായ കൊക്കാത്തോട് നെല്ലിക്കപ്പാറയെപ്പറ്റി അധികമാരും സംസാരിച്ചിട്ടുമില്ല. കൊക്കാത്തോടിന്റെ നേർക്കാഴ്ചകളിലേക്കുള്ള റിപ്പോർട്ടാണ്. നാളകളിലേക്കുള്ള നല്ല പ്രതീക്ഷയോടെയാണ് അവർ ഉറങ്ങാൻ കിടന്നത്. ഏറെയും കർഷകരും കൂലിപ്പണിക്കാരും. പുലർച്ചെ 3:30 ഉണ്ടായ ഉഗ്ര ശബ്ദം കേട്ടാണ് പലരും ഉറക്കമെണീറ്റത്. 4 മണിയായി. ഞങ്ങൾ ഉറക്കത്തിൽ ഭയങ്കര സൗണ്ട് കേട്ടോണ്ടാണ് ഉണരുന്നത്. അപ്പോഴത്തേന് ഞാൻ ഭർത്താവിനോട് പറഞ്ഞു, എല്ലാം കൂടി ഇടിഞ്ഞ് പൊളിഞ്ഞ് വരിക, ഉരുൾപൊട്ടൽ തന്നെയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റ് വാതുക്കലോട്ട് ഓടി വന്നു. ഭയങ്കര കല്ലും തടികളും ഉരുണ്ട് വരുന്ന സൗണ്ടാണ്. അതിൻ്റെ കൂടെ ഒപ്പം വെള്ളവും വരുന്നതായിട്ടാണ് നമുക്ക് തോന്നിക്കുന്നത്. ഈ മേളിലൊരു ഷെഡുണ്ടായിരുന്നു ഇവിടെ. അവിടെ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. അത് മൊത്തം ഒലിച്ചു പോയി. കോഴി 7 കോഴിക്കോടും നല്ലൊരു കോഴിക്കോടായിരുന്നു. അത് ഉൾപ്പെടെയാണ് പോയത്. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ആ റോഡ് മൊത്തം ചെളി കിടക്കുന്നു. പിന്നെ ആ ഒരു ഫിഗർ, ആ ഒരു ഉരുൾ പൊട്ടി വന്നിരിക്കുന്നതിൻ്റെ ആ ഒരു ഫിഗർ, അന്നേരം തന്നെ നമ്മൾ തന്നെ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം കാണുന്നത് തന്നെ. നമ്മൾ തന്നെ വല്ലാണ്ടായിപ്പോയി. എന്നിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ എല്ലാം വൃത്തിയാക്കുകയും അതുപോലെ തന്നെ അവർ സേഫ് ആണെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തി. അവിടെ നിന്നും തൊട്ടു പിന്നാലെ ഇരച്ചെത്തിയ വെള്ളം നേരെ ഇവിടേക്ക് പതിക്കുകയും തൊട്ടു താഴെയുള്ള വീടിന്റെ ജീപ്പും ബൈക്കും ഉൾപ്പെടെ കുത്തിയൊഴുകി കൊണ്ടുപോവുകയും ചെയ്തു. തലേ ദിവസം 2:30 പകൽ 2:30 മുതൽ ഒരേ ടൈമിൽ നിന്ന് പെയ്യുന്ന മഴ, ആ മഴ രാത്രി ഏകദേശം 2:30 വരെ ഒരേ കണ്ടീഷനിൽ തുടർന്നു. രാത്രി ഒരു 3:30 കൂടിയാണ് ഭയങ്കര സൗണ്ട് കേട്ട് ഞങ്ങൾ ഞെട്ടി വന്നു. അന്നേരത്തെ ഇങ്ങോട്ട് വീട്ടിൽ വെള്ളം വന്നു. എന്നിട്ട് ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇറങ്ങി ചാടി കഴിഞ്ഞപ്പോഴത്തേക്ക് തടിയെല്ലാം ഒലി വന്ന് ഇടിച്ച് എൻ്റെ ജീപ്പ് പോയി, ബൈക്ക് എവിടെയാന്ന് പോലും വരത്തില്ല. ജീപ്പ് പിന്നെ ഞങ്ങൾ ഇന്നലെ പിക്കപ്പ് കൊണ്ട് കെട്ടി വലിച്ച് വർക്ക്ഷോപ്പിൽ കൊണ്ട് അങ്ങനെ ഒരുപാട് പണികളാവും. അത് ഭീകര അന്തരീക്ഷമായിരുന്നു. പെരേ വന്ന് തട്ടിയിട്ടാണ് തടി തിരിഞ്ഞു പോയത്. അറുപതിലധികമുണ്ടായിരുന്ന കോഴിയും താറാവുമായിരുന്നു ഇവരുടെ പ്രധാന വരുമാനം. എല്ലാം കൂടോടെ പോയി. വീട്ടിലെ വളർത്തുനായയും ഒഴുക്കിൽ പെട്ടുപോയെങ്കിലും 2 ദിവസം കഴിഞ്ഞ് അവൾ തിരികെ എത്തി. എന്തോ തകരമൊക്കെ ഇടിച്ചു. പക്ഷെ അത് ഞങ്ങളുടെ ബൈക്ക് പോയ സൗണ്ടാണോ, ഇവിടോട്ട് നമ്മൾ എന്തോ ഒരു വല്ലാത്തൊരു കാറ്റാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പേടിച്ച ചാടി എണീച്ചിട്ട് ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ ഷെഡുണ്ട്. പിന്നെയും താഴോട്ട് അടിച്ചപ്പം ജീപ്പ് താഴെ കിടക്കുന്നു തോട്ടിൽ. അപ്പം ഞാൻ വിളിച്ചു കൂവി. അപ്പോഴത്തേക്ക് ആങ്ങളെ ഇറങ്ങി വന്ന് അവൻ നോക്കിയപ്പോൾ മുട്ടറ്റം വെള്ളം. അപ്പോൾ അവൻ എന്നോട് ഇങ്ങനെ നോക്കിയപ്പോഴത്തെ അവൻ പറഞ്ഞിട്ട് ഉരുൾ പൊട്ടിയാൻ പറഞ്ഞു. ഞങ്ങൾ കുഞ്ഞുങ്ങളെ എല്ലാം കൂടെ എടുത്തുകൊണ്ട് അപ്പുറത്തെ വീട്ടിലോട്ട്, നമ്മുടെ വീട്ടിലോട്ട് ഓടിപ്പോയി. കലിതുള്ളി എത്തിയ മലവെള്ളം ഒരു മനുഷ്യജീവനെ പോലും കൊണ്ടുപോയില്ലെന്നത് ആശ്വാസം. മണ്ഡലത്തിലൂടെ കടന്നുപോയിട്ടും മുഖ്യമന്ത്രി ദുരിതബാധിത പ്രദേശത്തേക്ക് എത്താത്തതിന്റെ നീരസം നാട്ടുകാരും പങ്കുവച്ചു. എത്തിയില്ല. അത് കോന്നി വഴി അദ്ദേഹം കടന്നുപോയി. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങോട്ട് കയറിയില്ല എന്ന് നമുക്കറിയത്തില്ല. അപ്പം ബാക്കിയുള്ളത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെയും ഒരു ദുരന്തം തന്നെ. പിന്നെ ദൈവാധീനത്തിന് ജീവഹാനി ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പം കയറാതെ പോയതൊരു മോശപ്രവൃത്തിയായിപ്പോയി. ഇത്തരം പ്രകൃതി ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വേർതിരിവ് കാണിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം. അത് ഏത് മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞാലും അതിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറഞ്ഞാലും അങ്ങനെ കാണിക്കുന്ന ഒരു തെറ്റായിട്ടുള്ളൊരു നടപടി തന്നെയാണ്. ദുരന്തത്തെ കൺമുന്നിൽ കണ്ടവരാണിവർ. തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ജീവൻ മാത്രമേ നഷ്ടപ്പെടാതുള്ളൂ. കൃഷിയും മറ്റുപജീവന മാർഗങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു. കോന്നിയിലെ മനുഷ്യർക്കും അതിജീവിക്കണം. ക്യാമറമാൻ CR ജറിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം.